സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ മാക്രോ ഫങ്ഷൻ എങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് കോഡ് ചെയ്ത് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ ഫങ്ഷൻ്റെ ഫങ്ഷണാലിറ്റി ഫസ്റ്റ് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റയുടെ പ്രശ്നം വെച്ചാൽ ഹെഡിങ് നോക്കുവാണെങ്കിൽ ജി എന്ന് പറയുന്ന ലെറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം ലോവർ കേസ് ആണ്. ഈ A1 സെല്ലിൽ എനിക്ക് ബിയിൽ നോക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്ന ലെറ്റർ മാത്രം ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ്. പിന്നെ ഹെഡിങ് ഫുൾ എനിക്ക് അപ്പർ കേസിൽ വേണം. അതിന് താഴെയുള്ള വാല്യൂസ് എല്ലാം തന്നെ എനിക്ക് ലോവർ കേസിൽ മതി. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനിപ്പം എക്സിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്, അപ്പർ അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ്, പിന്നെ ഏത് വാല്യൂ ടെസ്റ്റിനാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനത് A1 വാല്യൂ സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഓപ്പൺ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സലിൽ ആ ഫങ്ഷൻ റിസൾട്ട് വരും. അതിനകത്തുള്ള എന്ത് വാല്യൂ ആയാലും ടെക്സ്റ്റുകളിലെ എന്ത് കേസായാലും ഓട്ടോമാറ്റിക്കലി അതിനെ ആ ഫങ്ഷൻ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും. അതിനൊക്കെ എനിക്ക് A1 പകരം എനിക്ക് ഇത്രയും കാര്യങ്ങളും സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അത് സംഭവിച്ചു, എനിക്ക് ഈ ഹെഡിങ് 1 തൊട്ട് ഹെഡിങ് 13 എല്ലാം തന്നെ എനിക്ക് അപ്പർ കേസിൽ വന്നു. അതിന് എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഞാനിത് കൺട്രോൾ കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്തു ആസ് വാല്യൂസ്. ഇത്രയും സാധനം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് നടന്നു. അതാണെങ്കിൽ എനിക്ക് ലോവർ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യാം. ലോവർ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇങ്ങനെ വാല്യൂ ഇവിടെ കിട്ടും. നേരത്തെ അതേ പ്രോസസ്സ് ഞാൻ ഇവിടുന്ന് കൺട്രോൾ എക്സ് ചെയ്യുന്നു. കൺട്രോൾ എക്സ് മീൻസ് കട്ട് ചെയ്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന സാധനത്തെ വാല്യൂസ് ആയിട്ട് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് കൺട്രോൾ എക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതൊന്നും ചെയ്തു. സോ അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, സപ്പോസ് എൻ്റെ അടുത്ത് ഡേറ്റ ആണ്, എനിക്കിപ്പം ചെയ്യേണ്ടത് എൻ്റെ ഡേറ്റ എൻ്റെ വലിയൊരു ഡേറ്റയാണ്. ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു BG ആൻഡ് ഓൾ. അതായത് A തൊട്ട് കോളം BG വരേണ്ട ഡേറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ BGക്ക് അപ്പുറമാണ് ഈ കോഡ് എഴുതിയിട്ട് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം, പിന്നെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ആണെങ്കിൽ ലെങ്ത് വലുതായിരിക്കും. അപ്പോൾ ആ പ്രോസസ്സ് എന്താണ്, നമുക്കൊരു വേസ്റ്റ് പ്രോസസ്സുമാണ്. ഇവിടെ എറർ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതിന് വരെ എൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ, ഞാനിപ്പം ഇതങ്ങ് സെലക്ട് ചെയ്യാണ്. ഞാനിപ്പം എല്ലാം അൺഡു ചെയ്യാണ്. എൻ്റെ റിക്വയർമെൻറ്റ് എന്നത്, ഞാനിപ്പം സെല്ല് A1 തൊട്ട് M1 വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മാക്രോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓരോ വാല്യൂസിനെ പിക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് അപ്പർ കേസായിട്ട് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. വേറെ ഒരു ഫയലിനെയും വേറെ ഒരു സെല്ലിനെ ടച്ച് ചെയ്യാതെ ഡേറ്റ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. റിക്വയർമെൻറ്റ് ഉണ്ട്. അതാണ് എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ്. പക്ഷേ നമുക്ക് മുന്നത്തെ വീഡിയോയിലായത് ഇതെൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ മാക്രോ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചില സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായിട്ട് എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ മാക്രോ എനേബിൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ. സോ മാക്രോ യൂഷ്വലി നിങ്ങളുടെ എക്സലിലെല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ചിലപ്പോൾ അത് വിസിബിൾ ആയിരിക്കത്തില്ലായിരിക്കും. അത് വിസിബിൾ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എക്സലിൽ പോവുക, എക്സലിൽ ക്ലിക്ക് ചെയ്യുക, പ്രിഫറൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിബൺ ആൻഡ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിബണിൽ സെലക്ട് ചെയ്യുക. ഇവിടെ മെയിൻ ടാബിൻ്റെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോം, ഇൻസേർട്ട്. ഇവിടുത്തെ ഈ ഓരോ ബട്ടണിലാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും, ഡിസേബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ടാബ്, ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് കൊണ്ട് അഡീഷണൽ ആയിട്ട് വരും. വിൻഡോസ് യൂസേഴ്സിനാണെങ്കിൽ ഈ ഹോം ബട്ടണിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ആയിട്ട് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫയലിൽ താഴെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ നിങ്ങൾക്ക് റിബൺ ആൻഡ് ടൂൾ ബാർ കാണാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം സെയിം തരാണ്. അവിടെ റിബൺ ആൻഡ് ടൂൾ ബാറിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ അൺടിക്ക് ആയിരിക്കും. അത് ടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും ഡെവലപ്പർ എന്നൊരു ടാബ് വരും. ഓക്കെ,
സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ ബേസിക് എന്ന് പറയുന്നൊരു ഐക്കൺ കാണും, മാക്രോ എന്നൊരു ഐക്കൺ കാണും, റെക്കോർഡ് മാക്രോ എന്നൊരു ഐക്കൺ കാണും. സോ അപ്പോൾ നിങ്ങൾക്ക് മാക്രോ റെക്കോർഡ് ആണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പം റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഞാൻ റെക്കോർഡ് ചെയ്തു, എൻ്റെ പേര് ഞാൻ സ്ട്രിങ് കൺവെർട്ടർ എന്നിട്ടു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോർ മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡ്രോപ്പ് ഡൗൺ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കും. പേഴ്സണൽ മാക്രോ വർക്ക് ബുക്ക്, ന്യൂ വർക്ക് ബുക്ക് ആൻഡ് ദിസ് വർക്ക് ബുക്ക്. നിങ്ങൾ ദിസ് വർക്ക് ബുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ചെയ്യുന്ന മാക്രോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വന്ന മാക്രോയും ഈ വർക്ക് ബുക്കിലായിരിക്കും സേവ് ആവുന്നത്. മാക്രോ ഈ വർക്ക് ബുക്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പം വേറെ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ മാക്രോയെ വിളിക്കാൻ നോക്കിയാൽ മാക്രോയുടെ കാണത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അത് വർക്കും ചെയ്യത്തില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ടൊരു ഫംഗ്ഷൻ വേണം, ഒരു മാക്രോ വേണമെങ്കിൽ അത് പേഴ്സണൽ മാക്രോ വർക്ക് ബുക്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താലും അതിനകത്ത് ആ മാക്രോ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ദിസ് വർക്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മാക്രോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് എൻ്റെ ഹെഡിങ് എല്ലാം സെലക്ട് ആവണം, പിന്നെ അപ്പർ കേസായിട്ട് മാറ്റണം. സോ അപ്പം ഞാൻ അപ്പർ എന്ന് എഴുതി ഇത്രയാണ് A1 to M1 സെലക്ട് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ ഞാൻ Ctrl+C പേസ്റ്റ് സ്പെഷ്യൽ അതിനകത്ത് വാല്യൂസ് കൊടുത്തു. ഞാൻ ഇവിടുത്തെ നമ്മൾ കൺവേർട്ട് ചെയ്ത് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യണം, ആവശ്യമില്ല അവിടെ. സോ ഇപ്പം എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു മാക്രോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ മാക്രോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും സ്ട്രിങ് കൺവേർട്ടർ എന്നത് മാക്രോ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹെഡിങ് കൺവേർട്ട് ഇവിടെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും, അതിനുശേഷം കൺവേർട്ട് ചെയ്യാൻ ഇവിടെ തിരിച്ച് വീണ്ടും പേസ്റ്റ് ഉള്ളതാണ് കട്ട് ചെയ്ത് കളയും. ഓക്കെ, സപ്പോസ് എനിക്ക് ഇവിടെ ഒരു ഡേറ്റ ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കിങ്ങനെ ഡേറ്റ ഉണ്ട്. അതായത് ഇവിടെ വരെയാണ് നമ്മുടെ മാക്രോയിൽ കൺവേർഷനുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡേറ്റ ഉണ്ട്. ഓക്കെ, സോ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത ഡേറ്റ എന്ന് വിചാരിച്ചു. ഈ ഡേറ്റ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയാണ്, അതിനെ ഹൈലൈറ്റ് ചെയ്യാണ് ഒരു പച്ച കളർ. സോ ഇപ്പം ഈ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഡേറ്റ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയും ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഡേറ്റ. ഈ എക്സിസ്റ്റിംഗ് ഡേറ്റയിലാണ് നമ്മൾ മാക്രോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ മാക്രോ റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെവലപ്പറിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂവിൽ പോവാം. വ്യൂവിൽ പോയിട്ട് നിങ്ങൾക്ക് മാക്രോ കാണാൻ പറ്റും. ഡെവലപ്പർ അല്ലെങ്കിൽ വ്യൂ. സോ വ്യൂവിൽ പോയി വ്യൂ മാക്രോയിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഈ ഫയലിനകത്ത് ഈ ദിസ് വർക്ക് ബുക്കിൽ ഒറ്റ മാക്രോ ഉള്ളൂ, അത് ഞാൻ റൺ ചെയ്യാണ്. റൺ ചെയ്യപ്പോൾ എന്താ നടന്നു? നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായോ? ഇവിടെ കൺവേർഷൻ നടന്നില്ല, ജസ്റ്റ് ഇവിടെ എന്ത് ഡേറ്റ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ആക്കി. സോ നമുക്ക് ഡിസൈഡ് റിസൾട്ട് അല്ല മാക്രോസ് തരുന്നത്, അല്ലേ? ഞാൻ വീണ്ടും എൻ്റെ ഫയലിൽ നിന്ന് ഇവിടെ ഞാൻ ഹെഡിങ് 14. ഓക്കെ, എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഞാനിപ്പം ഇത് സെലക്ട് ചെയ്തിട്ട് ഈ മാക്രോ റൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓരോരോ സെല്ലിനകത്തുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക, അവിടെ തന്നെ വീണ്ടും അത് അപ്പർ കേസായിട്ട് പേസ്റ്റ് ചെയ്യുക. അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാക്രോയിൽ പോയിട്ട് എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അതിനുവേണ്ടി എങ്ങനെയാണ് പോകുന്നത്? നമുക്ക് വ്യൂ മാക്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് വരും. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വിൻഡോ പോപ്പപ്പ് ആവും. ഇത് VBയുടെ ഇൻ്റർഫേസ് ആണ്. ഇതിനകത്താണ് ഈ മാക്രോ റെക്കോർഡായി കിടക്കുന്നത്. നമ്മുടെ മാക്രോ ഇതാണ്. ഫസ്റ്റ് നമ്മുടെ N1 തൊട്ടുള്ള വാല്യൂസ് സെലക്ട് ചെയ്തു. അതിനുശേഷം അത് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ അപ്പറായിട്ട് കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്ത് തന്നെ വീണ്ടും സെലക്ട് ചെയ്തു. അതിന് എൻഡ് വേറെ കൊണ്ടുപോയി, മീൻസ് 14 സെല്ലിലോട്ട് ഇവിടെ ഡേറ്റ ഉള്ളത് ഫുൾ സെലക്ട് ചെയ്തു. അതിനെ കോപ്പി ചെയ്തു. അതിനെ വീണ്ടും പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ആയിട്ട് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും N1 തൊട്ടൊക്കെ അവസാനം വരെയുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതാണ് ചെയ്തേക്കുന്നത്. പക്ഷേ
നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്തില്ല. അതിന് പകരം നമ്മളിപ്പോൾ ചെറിയൊരു 4 ലൈൻ കോഡ് എഴുതാൻ പോവാണ്. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇതാണ് ചെറിയ ചെറിയ യൂസർ കേസസ് എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് കോഡ് ചെയ്യും. 4 ലൈൻ 5 ലൈൻ അങ്ങനെ പയ്യെ നമുക്ക് വലിയ വലിയ കോഡിലോട്ട് പോകാം. ഇത് 4 ലൈൻ കോഡാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. സോ നമുക്കിപ്പം ബേസിക്കലി അറിയാം, നമ്മൾ ഓരോരോ സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോരോ സെല്ലിലൂടെയും നമ്മുടെ ഫംഗ്ഷൻ റൺ ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടി ഞാൻ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പിംഗ് മെത്തേഡ് ഉണ്ട്. ഫോർ ഈച്ച് സെൽ ഇൻ സെലക്ഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുള്ള കീവേഡ്സ് ഒക്കെ കാണാൻ പറ്റും. ഇതൊരു കീവേഡാണ്. ആ കീവേഡ് എല്ലാം തന്നെ ഒരു ലൈറ്റ് ഇൻ ബ്ലൂ കളർ യു ക്യാൻ സി. സോ എന്താ വെച്ചാൽ ഫോർ ഈച്ച് സെൽ ഇൻ സെലക്ഷൻ ഇതിനകത്തൂടെ എന്തോ ഒരു അപ്പറായിട്ട് ആ സെലക്ഷനുള്ള വാല്യൂസിനെ കൺവേർട്ട് ചെയ്യും അല്ലേ. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അതൊരു കീവേഡാണ്. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സെല്ലിലോട്ട് പോകും. അങ്ങനെ ആ സെലക്ഷനുള്ള എത്ര നമ്മൾ 10 സെല്ലാണ് 10 സെല്ലിലൂടെ ലൂപ്പ് ചെയ്യും. 50 സെല്ലിലൂടെ ലൂപ്പ് ചെയ്യും ഫംഗ്ഷൻ. ഈ അപ്പർ എന്ന് പറഞ്ഞ സാധനം നടക്കും. പക്ഷേ ഇവിടെ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓരോരോ സെല്ലിനെ, സോ സെല്ലിനകത്ത് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. സെൽ ഡോട്ട് വാല്യൂ എന്താ ചെയ്യേണ്ടത്, അത് അപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂസ് തന്നെയാണ്. അതായത് നമ്മളിവിടെ വരുമ്പോൾ സെല്ലിനകത്ത് എന്ത് വാല്യൂ ഉണ്ടോ അതിന് അപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ സെല്ലിൽ തന്നെ സേവ് ചെയ്യാം. അപ്പോൾ വേറെ ഡേറ്റ എല്ലാം അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മുടെ ഡേറ്റ ഇൻടാക്റ്റ് ആയിരിക്കും. ഇതൊരു സേഫ് പ്രോസസ്സായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് വേറൊരിടത്ത് പേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വീണ്ടും അവിടെ ഡിലീറ്റ് ചെയ്ത് ആ പ്രോസസ്സൊന്നുമില്ല. ഒരേ ഫയലിൽ ഓരോരോ സെല്ലിൽ പോയിട്ട് ഈ ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്തിട്ട് അടുത്ത സെല്ലിലോട്ട് പോകും. സോ ദാറ്റ് ഈസ് എ ബെറ്റർ വേ, റൈറ്റ്. പക്ഷേ ഈ അപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ, അതായത് എക്സൽ ടൈപ്പിൽ വരുന്നൊരു ഫംഗ്ഷനാലിറ്റിയാണ്. അതിന് പകരം ബാക്ക് എൻഡിൽ, അതായത് VB ഇൻ്റർഫേസിൽ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ യു കേസ്. യു കേസ് മീൻസ് നത്തിങ് ബട്ട് അപ്പർ കേസ്. അതൊരു ഫംഗ്ഷനാലിറ്റിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ. ഞാൻ പറഞ്ഞത് ഒരു 4 വരി കോഡാണ്. 4 വരിയും ഇല്ല ആക്ച്വലി. ഇത് ജസ്റ്റ് ഈ 3 ലൈനുകളാണ് പരിപാടിയെല്ലാം നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫയലിൽ പോയിട്ട് എങ്ങനെ ഇത് പ്രോസസ് നടക്കുന്നുണ്ടോ ഇല്ല നമുക്ക്. അപ്പോൾ ഞാനിപ്പം ഇത് ഇത്രയും സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ മാക്രോ വിളിക്കുകയാണ്. നമ്മുടെ ഇതിനകത്ത് ഒരൊറ്റ മാക്രോ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആണ്, റൺ ചെയ്തു. സോ എന്തായി, നമ്മൾ സെലക്ട് ചെയ്ത് എവിടെ തൊട്ടുക, A to M വരെയുള്ള ഫസ്റ്റ് റോയിലുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഞാനിപ്പം ഇവിടെയുള്ള വാല്യൂസ് ആണ്, അതായത് D2 to E11 വരെയുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ മാക്രോ വിളിക്കുന്നു, റൺ ചെയ്തു. ഉടനെ അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം അപ്പർ കേസായി. സോ ഞാനിപ്പം ഫുള്ള് സാധനം ഇത്രയും വലിയ ഡേറ്റയാണ്, അത് നടക്കൂലോ നോക്കാം. റൺ ചെയ്തു, നടന്നു. സോ സിമ്പിൾ. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസർ കേസ് ഉണ്ട്, അതായത് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് എനിക്കുണ്ട്, അല്ല മാക്രോ വെച്ച് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉള്ള അതും കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത യൂസർ കേസായിട്ട് പഠിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.